നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലും OTT പ്ലാറ്റ്ഫോമുകളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒന്നാണ് സൂര്യ നായകനായ കറുപ്പ് എന്ന ചിത്രത്തിന്റെ OTT റിലീസും അതിനുശേഷം ഉയർന്നു വന്ന ട്രോളുകളും. ബോക്സ് ഓഫീസ് 308 കോടിയോളം രൂപയുടെ വൻ കളക്ഷൻ വാരിക്കൂട്ടിയ ഈ ചിത്രം ഒടുവിൽ എത്തിയപ്പോൾ പക്ഷേ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുടെയും രൂക്ഷ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിൽ വലിയ ആഘോഷമായി മാറിയ സിനിമ OTTയിലെ ചെറിയ സ്ക്രീനിൽ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത് വലിയൊരു നിരാശയായി മാറിയിരിക്കുകയാണ്. ഇത്ര വലിയ ഹിറ്റാകാൻ മാത്രം എന്താണ് ഈ സിനിമയിൽ ഉള്ളതെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലെ സൂര്യയുടെ ഫൈറ്റ് സീക്വൻസുകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നായികയായ തൃഷ കൃഷ്ണന്റെ പ്രകടനങ്ങൾക്കും ഡബ്ബിങ്ങിനും കുറച്ച് വ്യാപകമായ വിമർശനങ്ങളും വരുന്നുണ്ട്. ചിത്രത്തിൽ തൃഷയുടെ ലിപ് മൂവ്മെന്റും ഡബ്ബിങ്ങും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലെന്നും അത് കാണുമ്പോൾ തന്നെ വലിയൊരു അലോത്സരം ഉണ്ടാക്കുന്നുവെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗായിക ചിന്മയിയാണ് തൃഷയ്ക്ക് വേണ്ടി ഡബ്ബിംഗ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്നാൽ തൃഷയുടെ കരിയറിലെ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു താരം ഇപ്പോഴും എന്തുകൊണ്ട് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ഇതിനെ തുടർന്ന് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2 പതിറ്റാണ്ടിൽ ഏറെയായി തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി തിളങ്ങുന്ന താരം കൂടിയാണ് തൃഷ. ഭാഷ അറിയാത്തതുകൊണ്ടോ മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ല തൃഷ ഡബ്ബ് ചെയ്യാത്തതെന്നാണ് ആരാധകരുടെ പക്ഷം. പൊന്നിയിൻ സെൽവൻ, 96 തുടങ്ങിയ സിനിമകളിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും അപ്പോഴൊന്നും തൃഷ സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുമില്ല. 96, പൊന്നിയിൻ സെൽവൻ, ലിയോ, കറുപ്പ് തുടങ്ങിയ ഒട്ടുമിക്ക വിജയ ചിത്രങ്ങളിലും തൃഷയ്ക്ക് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ചിന്മയിയാണ്. അതുപോലെ തന്നെ തൃഷയുടെ കരിയറിലെ വലിയ ഹിറ്റായി മാറിയ ഗില്ലി ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് സവിത റെഡ്ഡിയുമാണ്. ഒരു മികച്ച അഭിനേത്രിക്ക് തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് ഡബ്ബിംഗ് എന്നത് വളരെ അനിവാര്യമായ ഒന്നാണ്. മറ്റ് ഭാഷാ സിനിമാ മേഖലകളിൽ, പ്രത്യേകിച്ച് ബോളിവുഡിലോ മലയാളത്തിലോ ആണെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു ശബ്ദത്തെ ആശ്രയിക്കുന്ന നടിമാർക്ക് വലിയ സ്വീകാര്യത ലഭിക്കാറില്ല. ഒരു നായികയ്ക്ക് സ്വന്തം ശബ്ദം കൂടി ഉൾപ്പെടുത്തുവാൻ സാധിച്ചാൽ മാത്രമേ ആ അഭിനയം പൂർണ്ണമാകൂ എന്നാണ് ബോളിവുഡ് സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരും വിശ്വസിക്കുന്നത്. ഇതേ വിമർശനം നയൻതാരയ്ക്കെതിരെയും കാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വാഴ്ത്തപ്പെടുമ്പോഴും തമിഴിലും തെലുങ്കിലും ഒട്ടുമിക്ക സിനിമകളിലും നയൻതാര ദീപ വെങ്കിടിന്റെ ശബ്ദമാണ് ആശ്രയിക്കുന്നത്. മലയാളത്തിൽ ഇലക്ട്ര, പുതിയ നിയമം തുടങ്ങിയ സിനിമകളിൽ സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച് തനിക്ക് അത് സാധിക്കുമെന്ന് തെളിയിച്ചിട്ടും പിന്നീട് എന്തിന് മറ്റൊരാളുടെ ഡബ്ബിങ്ങിനായി വിളിക്കുന്നു എന്ന ചോദ്യങ്ങളും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഒരു നായിക എന്ന നിലയിൽ തനിക്കുള്ള പോരായ്മയായി തന്നെയാണ് പ്രേക്ഷകർ ഇതിനെ കാണുന്നത്. നായകന്മാർക്ക് ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ പോലും നായികമാരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം അനാസ്ഥ പുലർത്തുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഡബ്ബ് എന്നത് കേവലം ഒരു ശബ്ദം നൽകൽ മാത്രമല്ല, അത് ഒരു അഭിനയത്തിന്റെ തുടക്കം കൂടിയാണ്. കഥാപാത്രത്തിന്റെ വികാരങ്ങളും സന്ദർഭങ്ങളും കൃത്യമായി മനസ്സിലാക്കി ശബ്ദത്തിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴാണ് അഭിനയം പൂർണ്ണമാകുന്നത്. പലപ്പോഴും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് നൽകാൻ കഴിയാത്ത ഒരു തന്മയത്വം സ്വന്തം ശബ്ദത്തിലൂടെ നൽകുവാൻ താരങ്ങൾക്ക് സാധിക്കാറുണ്ട്. തെന്നിന്ത്യൻ സിനിമയുടെ നിലവാരത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മുൻനിര നായികമാർ പുലർത്തുന്ന അനാസ്ഥ വലിയൊരു തിരിച്ചടിയാണ്. നായകന്മാർക്ക് വലിയ പ്രതിഫലം നൽകുന്ന നിർമ്മാതാക്കളും പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് ഇത്തരം സാങ്കേതികമായ തികവും അഭിനയത്തിന്റെ പൂർണ്ണതയുമാണ്. ഇതോടൊപ്പം തന്നെ മഞ്ജു വാര്യരെ മറ്റു നടിമാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് പ്രധാന ഘടകം തന്റെ കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം നൽകുവാനുള്ള അവരുടെ വാശിയും ആത്മവിശ്വാസവുമാണെന്ന് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു ആദ്യമായി ഡബ്ബിംഗ് പരീക്ഷിക്കുന്നത്. അന്ന് ആ അനുഭവം പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ സ്വാധീനിക്കുകയും സ്വന്തം ശബ്ദത്തിൽ തന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ അവർ എത്തുകയും ചെയ്തിരുന്നു. ഈ തീരുമാനമാണ് മഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി നിർത്തുന്നത്. മറ്റ് പല മുൻനിര നായികമാരും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ഭാഗ്യലക്ഷ്മി ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു. ഉദാഹരണത്തിന് പാർവതിയുടെ അഭിനയ മികവ് എടുത്തു പറയുമ്പോൾ തന്നെ ശബ്ദത്തിലെ ശക്തിക്കുറവ് ഒരു വെല്ലുവിളിയാണെന്ന് ഭാഗ്യലക്ഷ്മി ഓർക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ഉള്ള സീനുകളിൽ പോലും മുഖഭാവത്തിനൊത്ത ശബ്ദ ഗാംഭീര്യം കൊണ്ടുവരാൻ പാർവതിക്ക് അന്ന് പ്രയാസമായിരുന്നു. മൈക്കിന് മുന്നിൽ നിർത്തി താൻ അത് പരിശീലിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും മറ്റുള്ളവരുടെ ശബ്ദത്തെ ആശ്രയിക്കാനാണ് നടിമാർ താല്പര്യപ്പെട്ടത്. സമാനമായ രീതിയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന്റെ സമയത്ത് കാവ്യ മാധവനോടും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുവാൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. എന്നാൽ കാവ്യയ്ക്ക് അത് സാധ്യമല്ലെന്ന നിലപാടാണ് കാവ്യ സ്വീകരിച്ചതെന്നും അവർ പറയുന്നുണ്ട്.
മലയാളത്തിൽ മഞ്ജുവിനെ പോലെ തന്നെ വേറെയും മികച്ച നടിമാരുണ്ട്. പക്ഷേ അവരൊക്കെയും സ്വന്തം ശബ്ദം ഉപയോഗിക്കാത്തതിനാലാകാം ആ പേരുകൾ മഞ്ജുവിന് ശേഷം പറയുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ഒരു നടിയുടെ അഭിനയത്തിന് പൂർണ്ണത നൽകുന്നത് അവരുടെ ശബ്ദം കൂടിയാണ്. സ്വന്തം ശബ്ദത്തിലൂടെ കഥാപാത്രത്തിന്റെ വൈകാരികത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോഴാണ് ആ നടി യഥാർത്ഥത്തിൽ പൂർണ്ണയാകുന്നത്. ആ അർത്ഥത്തിൽ തന്റെ ശബ്ദത്തെ അഭിനയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറ്റിയ മഞ്ജു വാര്യർ മറ്റുള്ളവർക്ക് ഒരു പാഠമാണെന്നും ഭാഗ്യലക്ഷ്മി ഓർമ്മിപ്പിക്കുന്നുണ്ട്.